കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒരുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി ഇവനിലായി ചേരുന്നു നീ. മുറിവേഴ കൈരേഖ പോ കൺചിമ്മാതെ കാക്കാമെന്നോമലേ ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ. ഓ വീണലിഞ്ഞു പോകുന്നു താനേ, ഒരുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ചെന്താമരത്തേനോ വെൺചാമരക്കാറ്റോ മരച്ചോടോ മന്ദാരത്താഴ്വരച്ചേലോ തുന്നാരം തുഞ്ചത്ത് നിന്നാടും തുമ്പിക്ക് തന്നാനം പാടിത്താളം മൂളാൻ ചിങ്കാര പുല്ലാങ്കുഴൽ. ചിന്താമരത്തേനോ വെഞ്ചാമരക്കാറ്റോ കരിമ്പിൻ തൊണ്ട് ചെത്തിക്കടിച്ചും കൊണ്ട് ഇഷ്ടം പറഞ്ഞിരിക്കാൻ വായോ. ഒറ്റപ്പൂതപ്പിനുള്ളിൽ പറ്റിക്കിടന്നും കൊണ്ട് മുറ്റും തണുപ്പു മാറ്റാൻ വായോ. പാഴിലത്താളടിയും പാതയിൽ കാലടി തൻ കാതരനാദമെന്നും കേട്ടില്ല. ഉണരും നേരം കനവും നിനവും ചിറ്റോളം പായുമ്പോൾ കുളിരാടാൻ നീവ പെണ്ണിൻ താമരത്തേനോ ചാമരക്കാറ്റോ പൂമരച്ചോടോ മന്ദാരത്താഴ്വരച്ചേ
ചാമരക്കാറ്റോ മരച്ചോടോ മന്ദാരത്താൾ വരച്ചേലോ തുന്നാരും തുഞ്ചത്ത് നിന്നാടും തുമ്പിക്ക് തന്നാരും പാടിത്താളം മൂളാൻ ചിങ്കാര പുല്ലാങ്കുഴൽ. ഹേ മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക് മുല്ലപ്പൂഞ്ചേലച്ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക് നാം തളിരണിയേ കനവുകളോ കസവണിയേ മിഴികളിലും മൊഴികളിലും പൊന്നോണം പൊന്നോണം നെഞ്ചാകെ നെഞ്ചാകെ ശ്വാസം തേടി വാതിൽ പടിയേറി കന്നീളം കാറ്റ് മൗനം പോലും തേനായി മാറി തീരാച്ചിരി തൂകി നമ്മുടെ പൊൻവീട് ചൊരിമഴയാ പൊൻകിനാവുകൾ കുളിരലയാ പെയ്തിറങ്ങവേ മനമുകുളം നിറമണിയും പൂക്കാലം പൂക്കാലം ഉള്ളാകെ ഉള്ളാകെ കണ്ണുള്ള മാനേ നീ എനിക്കുള്ളതാണേ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിണക്കിളി നീയേ ഇനിയുള്ള യാത്രയിൽ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിണക്കിളി നീയേ ഇനിയുള്ള യാത്രയിൽ കണ്ണുള്ള മാനേ എനിക്കിണക്കിളി നീ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിണക്കിളി നീ ഇനിയുള്ള യാത്രയിൽ
പിണക്കങ്ങൾ പിണക്കങ്ങൾ കൊളുത്തിയില്ലേ കെടുത്തിയില്ലേ ഈ കഥ ജീവിതമായി മാറുകില്ലേ ഇണക്കങ്ങൾ പിണക്കങ്ങൾ കൊളുത്തിയില്ലേ കെടുത്തിയില്ലേ ഈ കഥ ജീവിതമായി മാറുകില്ലേ പൊട്ടിച്ചിരിച്ചും ഇടയ്ക്കിടെ വാശി പിടിച്ചും ഇഷ്ടമെന്ന വാക്കിനെ ഉള്ളിലൊന്ന് കോരി നിറച്ചു നാം എന്നും സ്വന്തമെന്ന പാട്ട് രചിച്ചു നീലക്കണ്ണുള്ള മാനേ നീ എനിക്കുള്ളതാണേ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിടക്കിളി നീ ഇനിയുള്ള യാത്രയിൽ നാം ഇരുകരകളെ കൂട്ടുന്ന പാലമല്ലേ ഒന്നാണു നമ്മളെന്നുമേ ഹോ നമ്മുടെ ഇടയിലോ വേറൊന്നുമില്ല ഇല്ല നാം എന്ന ചിന്ത മാത്രമേ നീലക്കണ്ണുള്ള മാനേ നീ എനിക്കുള്ളതാണേ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിടക്കിളി നീ ഇനിയുള്ള യാത്രയിൽ തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി കയ്യൊന്നു കോപ്പിയാൽ കണ്ണു തോരക്കുന്ന കണ്ണനെ കാണേണം ഗോശാലയിൽ വന്നിടുമ്പോൾ വഴിപാടു ചെയ്തിടാൻ ഞാൻ കണ്ണു തുറന്നിടേണം കണ്ണാനെ കണ്ണു തുറന്നിടേണം കയ്യൊന്നു കോപ്പിയാൽ കണ്ണു തുറക്കുന്ന കണ്ണനെ കാണേണം ഗോശാലെ വന്നിടുമ്പോൾ വഴിപാടു ചെയ്തിടാൻ ഞാൻ കണ്ണു തുറന്നിടേണം കണ്ണാനെ കണ്ണു തുറന്നിടേണം കാലം നനക്കിയാൽ കനകച്ചിലങ്കയുടെ നാദങ്ങൾ കേൾക്കൂലേ കാലം നനക്കിയാൽ കനകച്ചിലങ്കയുടെ നാദങ്ങൾ കേൾക്കൂലേ കാറ്റൊന്നു വീശിയാൽ തിരുമുടിക്കെട്ടിലെ പീലികളാടൂലേ മയിലിൻ്റെ പീലികളാടൂലേ കയ്യൊന്നു കോപ്പിയാൽ കണ്ണു തുറക്കുന്ന കണ്ണനെ കാണണം ദോഷാനെ വന്നിടുമ്പോൾ വഴിപാടു ചെയ്തിടാൻ കണ്ണു തുറന്നിടേണം കണ്ണാനെ കണ്ണു തുറന്നിടേണം ദോഷാലെ വന്നിടുമ്പോൾ വഴിപാടു ചെയ്തിടാൻ കണ്ണു തുറന്നിടേണം കണ്ണാനെ കണ്ണു തുറന്നിടേണം ശീലം സുദർശനൊക്കെ
ഭയങ്കര ഗുരുവായൂർ ഭക്തനാണ്. ഗുരുവായൂർ ഗോശാല കണ്ണൻ്റെ ഭക്തനാണ്. അതുകൊണ്ടാണ് എനിക്ക്. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഫസ്റ്റിലെ മൈക്കിൽ കൂടി ആദ്യം കളിക്കുമ്പോൾ പാടിയ പാട്ടും കൂടെ. അതുകൊണ്ട് എനിക്ക് മൈക്ക് കിട്ടുന്ന ഫസ്റ്റ് പാടുന്ന കയ്യിലെ ചിത്രലേഖേ ഉർവശിച്ചമയുന്നൊരു ചന്ദ്രലേഖേ ഉഷയുടെ സഖി ഉഷയുടെ ഉഷസയുടെ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ഉർവശിച്ചമയുന്നൊരു ചന്ദ്രലേഖേ ഉഷയുടെ സഖി ഉഷയുടെ ഉഷസയുടെ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ചിത്രലേഖേ അനുരുദ്ധൻ വന്നുവോ അനുരാഗ വിവശനായി നിന്നുപോയി ആരെങ്കിലും അറിയാതെ മോഹിച്ചു നിന്നു അസുലഭ നിർവൃതിയിൽ ആലിംഗനങ്ങളാലാപാത ചൂടം പൊരിഞ്ഞുപോയി അവളാപാത ചൂടം പൊരിഞ്ഞുപോയി ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ഉർവശിച്ചമയുന്നൊരു ചന്ദ്രലേഖേ ഉഷയുടെ സഖി ഉഷയുടെ ഉഷസവിടെ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ചിത്രലേഖേ ഉളുത്തന്നൽ കണ്ടുപോയി കൊടിമിന്നൽ കണ്ടുപോയി പൊളി കണ്ണാൽ താരകൾ കണ്ടുപോയി ആരെങ്ങൊളി കണ്ണാൽ താരകൾ കണ്ടുപോയി കതിരിടും ലജ്ജയുമായി കാമസ്വരൂപനെ കാർക്കൂന്തൽ കൊണ്ട് മറച്ചുപോയി അവൾ കാർക്കൂന്തൽ കൊണ്ട് മറച്ചുപോയി ആ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ഉർവശിച്ചമയുന്നൊരു ചന്ദ്രലേഖേ ഉഷയുടെ സഖി ഉഷയുടെ ഉഷസവിടെ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ചിത്രലേഖേ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമര വള്ളം തുഴയാൻ ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമര വള്ളം തുഴയാൻ കരളിലുറങ്ങും കതിർ കാണാതിലെ കാത്തിരിപ്പോ നിന്നെ കാത്തിരിപ്പോ നിന്നെ ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര
നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം വീണോടയാതയരേക്കാൻ ജീവിത വീണതരാം നിൻ കയ്യിൽ മധുര സ്മരണകൾ നേർത്തയ നെയ്ത്തരും കാഴ്ച വയ്ക്കാം മുന്നിൽ ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം നുള്ളി തരുമോ വിജനലതാഗ്രഹവാതിൽ വരുമോ വീണമീട്ടേ തരുമോ വീണമീട്ടേ തരുമോ ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം
സന്തോഷം. അത് ഞാൻ പറഞ്ഞു. നാളെ വിവാഹിതരാകുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന് തുല്യമായ സുദർശൻ മാഷിൻ്റെ മകള്. തുല്യമായ ഗുരുനാഥനായ അല്ല, എൻ്റെ ഗുരുനാഥന് തുല്യമായ. നിന്നെ പഠിപ്പിച്ചിട്ടില്ല? ഇല്ല. എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സാറമ്മട്ടി. അപ്പം നീ വിളിച്ചാൽ മതി. എൻ്റെ ഗുരുനാഥന് തുല്യനായ സുദർശൻ മാഷിൻ്റെ മകൾ ജയലക്ഷ്മി സന്തോഷ്, ഇവർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു ഞങ്ങളുടെ ടീമിൻ്റെ വക, പോപ്പി ടീമിൻ്റെ വക. നല്ലൊരു കൈയ്യടി കൊടുക്കും പോപ്പിക്ക്. പറഞ്ഞു. അപ്പൊ മാഷ് പോയോ? മാഷ് ഇവിടെ ഉണ്ട്. മാഷൊരു ഐറ്റം കളിക്കണം. അല്ല, മാഷ് കിങ്ങിണി മോളായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഗെയിം ഷോ നടത്താം. അല്ല, കിങ്ങിണി മോളായിട്ട് വരുവാണെങ്കിൽ ഞാൻ ഗെയിം ഷോ നടത്താം. ഇല്ല, ഗെയിം ഷോ ഒന്നുമല്ല, ഇവരെല്ലാവരും കണ്ടിട്ടുള്ളതാ, പണ്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നാളെ ഈ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അപ്പൊ നാളെ ഇനി ചിത്ത നാളത്തെ കാര്യം നാളെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നേരം വിളിക്കൊന്നും നമുക്ക് ഒരു ഉറപ്പില്ല. ഇപ്പൊ ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ കയ്യടി വേണ്ടി. അപ്പോൾ ഒരു താരത്തെ അനുകരിക്കാം. ഒന്നല്ല, ചിത്തരഞ്ജന് അറിയാവുന്ന കുറെ താരങ്ങൾ നാളെ ഈ മൈക്കൊന്നും കാണത്തില്ലെന്നാ പറഞ്ഞു. എനിക്കറിയാവുന്ന 1-2 താരങ്ങളെ. ഇപ്പൊ 2 നീ വന്നോളൂ. ഓക്കെ. അറിയാൻ പാടില്ലാത്തത് പറഞ്ഞു. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കൈയടിക്കുക. പ്രോത്സാഹനം. ഒരു കാര്യം, ഒരു പ്രോത്സാഹനം എന്നല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ താരങ്ങളും ഇന്ന് അനുകരിക്കാൻ പറ്റുന്ന ദിവസമാണ്. അതായത് അറിയാൻ പാടില്ലാത്തത്. കാശൊന്നും ഇല്ലാത്തത്. മലയാള സിനിമയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ വളരെ എല്ലാവർക്കും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന, ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നടൻ, ഭാവാഭിനയം മലയാളികൾക്ക് കാഴ്ചവെച്ചിട്ടുള്ളൊരു നടനാണ് മധു സാറ്, അല്ലേ? മധു സാറിൻ്റെ ആ ശബ്ദം ഞാൻ ഇവിടെ ചെയ്യാം. മോനെ രാഘവ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ ആ വടക്കര ലക്ഷ്മിയമ്മയുടെ മോളുമായി നിനക്കെന്താ ബന്ധം? പ്രേമമാണ് മണ്ണാങ്കട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ കാര്യം കഴിഞ്ഞപ്പോ നിനക്ക് അവളെ വേണ്ടതായി. എല്ലാവരുടെ പട്ടി, നിനക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അവളെ വേണം. ഇറങ്ങി വാടി ഇവിടെ, ഇറങ്ങി വരാൻ. അല്ല പിന്നെ അയ്യപ്പ, എനിക്ക് വയ്യപ്പ, കൈയടിക്കപ്പോ. അതായത് നമ്മുടെ പ്രിയപ്പെട്ട നാടക കുലപതിയായ കൊച്ചു പ്രേമനാണ് അടുത്ത ഈ വേദിയിലേക്ക് വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു പ്രേമൻ ചേട്ടൻ. പ്രസിഡന്റ് പറഞ്ഞതിലേയും കാര്യമുണ്ട് കേട്ടോ. കഴിഞ്ഞ ചെക്കിലാട് പടത്തില്ലേ നയനൊക്കെ ഒന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയത്. പൊക്ക കുറവ് കാരണം ഞാൻ ഈ പണി വേണ്ടാന്ന് വെച്ചു. 10,000 കൂടുവാ, ഞാനെന്തോ ചെയ്യാനാടാ. അടുത്തത് പ്രോത്സാഹനം കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു മലയാള സിനിമയിലെ ഒരു കുടുംബത്തിൽ എല്ലാവരും സിനിമാ നടന്മാരൊരു കുടുംബമുണ്ട്. മലയാള സിനിമയിലെ ഒരു കുടുംബത്തിലെ എല്ലാവരും സിനിമാ താരങ്ങളായി. ആരാണെന്ന് പറയാമോ? പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, എല്ലാവരും വന്നു കയറിയ പെണ്ണും ഏറ്റവും അവസാനം വന്ന പെണ്ണ് TV-യിലുള്ള സുകുമാരന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കും. പുള്ളി അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു. അയ്യോ പാവം അമ്പടി കള്ളി വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ. എന്റെ പൊന്നു പെങ്ങള് കയറി വരുന്ന കണ്ടപ്പോഴേ സംഗതി പിടികിട്ടിയതാ. കാര്യം സഹായം ചോദിക്കാനാണ്. ഈ കണ്ട ആൾക്കാർക്ക് മുഴുവൻ സഹായം കൊടുക്കാൻ ഞാനാണ് വേൾഡ് ബാങ്ക്. എന്റെ പൊന്നു പെങ്ങള് ചെല്ല്. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വെള്ളാപ്പള്ളി സാറിനെ അനുകരിക്കാൻ പറ്റും. വെള്ളാപ്പള്ളി സാർ. അത് പോകുമ്പോ ഞാൻ ഒരു ഈയിടെ ഇഷ്ടമായ ഒരു പാട്ടുണ്ടല്ലോ, പാട്ടൊന്നും പാടും. ഓക്കെ, എന്നെ പകുതി പാടാം. അപ്പൊ നിങ്ങൾ ഏറ്റുപാടുമോ? ഞാനും എൻ്റെ കപ്പലിലാണ്. ഈ ഗാനം നമ്മുടെ 1-2 ആൾക്കാർക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് വന്നത് നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് ഈ പാട്ട് പാടണമെന്നൊരാഗ്രഹം. അപ്പം അദ്ദേഹം ഈ പാട്ടാണോ പാടിയത് അതോ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ജീവിതമാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു രസത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി സാറ് ഒരു രസത്തിന് വേണ്ടി ആ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ചിത്തന്റെ കണ്ടനാളത്തിലൂടെ അറിയാം. ഓക്കെ,
ഞാനും എൻ്റെ ആളും ഞങ്ങള് 40 പേരും കൂടെ പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി. ഈ കപ്പലിലാണ് മറ്റേ കുപ്പായക്കാരി എന്നെ കഴിഞ്ഞ 5 വർഷം ചുറ്റിച്ച ആ കുപ്പായക്കാരി ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഈ കുപ്പായക്കാരി കപ്പലിൽ കയറിയ പാട് ഞാനൊന്ന് നോക്കി. ഞാൻ നോക്കിയ പുറകെ ഞാൻ നോക്കാൻ കാത്തിരുന്നു. എൻ്റെ കൂടെയുള്ള 40 പേരും നോക്കി. ഇപ്പൊ ഞങ്ങൾ വായി നോക്കിയിരിക്കുക. അടുത്തത് ഇതേ സംഭവത്തിന് നമ്മുടെ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സാർ പാടിയ ഞങ്ങള് 40 പേര് അല്ല, ഞങ്ങൾ 2 പേരും കൂടെ ഞാനും എൻ്റെ മോനും കൂടെ ഒരു കപ്പലുണ്ടാക്കി. അതും ഒരു മഞ്ഞ കപ്പല്. ഈ കപ്പലിലാണ് ഈ കുപ്പായക്കാരി. ഞങ്ങൾ ഈ കുപ്പായക്കാരിയുടെ പുറകെ നിന്ന് ഞങ്ങൾ പോകുന്നത്. അതൊക്കെ മറ്റേ ആൾക്കാർ. അതുകൊണ്ടാണല്ലോ അവരൊക്കെ വീട്ടിലിരിക്കുന്നത്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ഇത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വി എസ് സച്ചിദാനന്ദ സാർ എന്നാലും ചെയ്തു ഇവിടെ ഒരു ഭാഗ്യവശമല്ല. ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിലും ചിത്തനൊരു പ്രോത്സാഹനം. വി എസിന്റെ ഒരു ശബ്ദം വളരെ വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ ഗതി എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ചൊരു പോക്കാണ്. എല്ലാവരും കൂടെ അങ്ങ് വടക്ക് മുതൽ തെക്ക് വരെ വെയിലും കൊള്ളിച്ചെന്നെ നടത്തിയിട്ട് അവസാനം എനിക്കൊരു പോസ്റ്റ് തന്നു. ഫിഡൽ കാസ്ട്രോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് തന്നെ. ഞാൻ അവസാനം തമിഴിലെ പ്രകാശ് രാജിന്റെ ശബ്ദം ചിത്രം ചെയ്യാറുണ്ട്. തമാശയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യാറുണ്ട്, പക്ഷേ സ്റ്റേജിൽ ചെയ്തിട്ടില്ല. ഞാൻ വേറെ എനിക്ക് ഇഷ്ടമുള്ള നടന്ന് ചെയ്യാം. നമ്മുടെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മളൊക്കെ ഏറെ ആരാധിച്ചിരുന്നൊരു മഹാപുരുഷനുണ്ട്, ജയൻ സാറിന്റെ ശബ്ദം. അദ്ദേഹത്തിന്റെ ശബ്ദം അല്ലേ? കൊല്ലക്കാരുണ്ട്. ആരൊക്കെയാണ് കൈപൊക്കും? കൊല്ലത്തിന്റെ പ്രിയ അഭിമാന താരമല്ലേ ജയൻ? കൊല്ലം പൂവള്ളിപ്പുറം അല്ലേ? തേവള്ളിയിലാണോ വീട്? തേവള്ളിക്കാരാണോ? മൂട് കല്ലറ. കൊല്ലം കൊണ്ടുവര കല്ലറ. ഉല്ലാസപൂത്രികൾ കണ്ണിലടിച്ചവളെ, ഉന്മാദ തേനിലകൾ ചുണ്ടിലടിച്ചവളെ, ഈ ഗാനം കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്നെ ഓർമ്മ വരും. ഒരു കാലഘട്ടത്തിൽ ഞാൻ അഭിനയിച്ച മറ്റൊരു ചിത്രത്തിലെ ഗാനമാണ് ചിപ്പ കെട്ടി ചക്കട വണ്ടിയൂട്ടി ചെല്ലുവാൻ പേശി പൊന്നുക്കലേക്ക് വസൂലാക്കി. വിജയുടെ ശബ്ദം വിജയുടെ ഇഷ്ടമുണ്ടോ? എന്റെ ശബ്ദം വെച്ച് ഞാൻ ചെയ്തു നോക്കാം. തിലകൻ 6 വർഷം അച്ഛനെയും മോനെ കരയിച്ച മകനാണ്. രണ്ടുപേരും ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന്റെ ഉദയക്രിയകൾ യഥാവിധി ചെയ്യുക എന്നുള്ളത്. അത് തെറ്റായിട്ട് തോന്നി തുടങ്ങുമ്പോ ദീപ എന്റെ അച്ഛന്റെ കാലിലെ 1-2 നഖങ്ങൾ പിഴുതു തരാൻ നിനക്ക്, അത് കൊണ്ടുവച്ച് ചന്ദനം പൊട്ടി കൊണ്ടുവച്ച് ദഹിപ്പിച്ച ആശ തീർക്കാൻ നിനക്ക്, ആശ തീർക്കാം. നേരത്തെ ചെയ്തൊരു ഷോ ചെയ്യുവാണ്, അതിനുശേഷമാണ് നമ്മുടെ ഡാൻസിലേക്ക് വരുന്നത്. ഡാൻസിലേക്ക് വരുന്നതിന് മുമ്പ് ചുമ്മാ ഒരു തമാശയ്ക്കൊരു ഷോ. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എല്ലാവർക്കും 1 മുതൽ 10 വരെ എണ്ണ അറിയാമോ? 1 മുതൽ 10 വരെ എണ്ണ അറിയാം. ഇത് സിമ്പിളാണ്. 1
1 മുതൽ 10 വരെ എണ്ണ അറിയാവുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയും. ഞാൻ ഇംഗ്ലീഷിൽ 1 എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത നമ്പർ നിങ്ങൾ മലയാളത്തിൽ പറയും. ഞാൻ മലയാളത്തിൽ ഒരു നമ്പർ പറഞ്ഞാൽ അടുത്ത നമ്പർ ഇംഗ്ലീഷിൽ പറയും. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ നിന്ന് മാറി മാറി ഇടപെട്ട് ഞാൻ സംസാരിക്കും. അപ്പോൾ ആരാണോ തെറ്റിക്കുന്നവർക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റും കേട്ടോ. അതിലല്ല, അതിനുശേഷം നമ്മുടെ ഡാൻസ്. ഓക്കെ, നിസ്സാര പരിപാടിയാണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ ഞാൻ സംസാരിക്കും. ഞാൻ ഇംഗ്ലീഷിൽ ഒരു നമ്പർ പറഞ്ഞാൽ അടുത്ത നമ്പർ മലയാളത്തിൽ, ഞാൻ മലയാളത്തിൽ പറഞ്ഞ അടുത്ത നമ്പർ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. 1 2. ഞാൻ ഏത് നമ്പർ പറയുന്നു അതിന്റെ അടുത്ത നമ്പർ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അടുത്ത നമ്പർ മലയാളത്തിലും, മലയാളത്തിൽ പറഞ്ഞാൽ അടുത്ത നമ്പർ ഇംഗ്ലീഷിലും പറഞ്ഞു. ഓക്കെ, 9. വെരി ഗുഡ്, കൊടുക്കാം. 1 1 2 6 8 നന്നായി. 1 2 6 7 എനിക്ക് വയ്യ. 1 2 3 9. വേറെ ആരും പറയില്ലേ? ഒരു കോമഡി പ്രോഗ്രാമാണ്. പുറത്തോന്ന് പറയല്ലേ. ഇനി പറയുന്നവർ മാറി ഇരുന്നോളാം കേട്ടോ. അവസാനം ഡാൻസ് കളിക്കാൻ ഞാൻ വിളിക്കുന്നവർ മാത്രമേ വരാവൂ. ഓക്കെ, റെഡി? ഇനി തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിരിക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും, പിന്നെ ഡാൻസ് കളിക്കും. 9 10 1 2 ഡാൻസ് കളിക്കട്ടെ. 3 4 പിന്നെ 9. അയ്യോ പിന്നെ എന്തെണ്ണ പറഞ്ഞത്? 9 എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇല്ല. കറക്റ്റാണോ? നിങ്ങൾ തമ്മിൽ തർക്കായി. ഓക്കെ, 4 5 7 8 9 10 1 2. ഓക്കെ, ഇനി നമുക്ക് ഡാൻസുകൾ തുടങ്ങിയാലോ? ഒരു ചെറിയ കൈ കൊടുക്കും. അല്ല, ഇവരെ മൊത്തം മാറ്റിയിട്ട് മതി. അതിന് മൊത്തം മാറ്റിട്ടോ. അങ്ങനെ വീണ്ടും മത്സരം തുടങ്ങാൻ പോകണം. ഇനി മത്സരത്തിൽ തോൽക്കുന്നവർക്ക് ചെറിയൊരു ശിക്ഷ കൂടി ഉണ്ട് കേട്ടോ. ഒരു ശിക്ഷ കൂടി ഉണ്ട്. ഓക്കെ അല്ലേ? പെട്ടെന്നായിരിക്കണം. 6 7 8 9 9 മാറുന്നില്ലേ? കറക്റ്റാണോ? 1 2 6 7 8 9 10 പോട്ടെ, അങ്ങനെ കൈ കൊടുക്കും. 4 5 6 7 3 4 5 6 7 8 9 ഇറങ്ങി തെറ്റിച്ചു. 4 6 1 2 3 4 5 6 7 7 8 പോട്ടെ. ഇനി 4 പേർക്ക് ശിക്ഷയാണ് കേട്ടോ. ഇനി തെറ്റിച്ചാൽ ഈ 4 പേർക്ക് ഓരോ ശിക്ഷയുണ്ട്. ആ ശിക്ഷ വളരെ കഠിനമായിരിക്കും. ഇനി തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, 6 7 8 9 10 1 2 ആരാ പറഞ്ഞു കൊടുത്ത് തെറ്റിച്ചത്? പെട്ടെന്ന് പറ. ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറയുന്ന ഒരു വാചകം തെറ്റാതെ 5 പ്രാവശ്യം പറയും. നിസ്സാരപ്പെട്ടൊരു വാക്കാണ്. നമ്മൾ എറണാകുളത്തൊക്കെ പോകാറുണ്ട്. എറണാകുളത്ത് പോകുമ്പോൾ ചമ്പക്കര നമ്മുടെ സ്ഥലമുണ്ട്. അവിടെ തങ്കപ്പച്ചനുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ തങ്കപ്പച്ചനെ കാണുമ്പോൾ പറയണം ചമ്പക്കര തങ്കപ്പൻ. പെട്ടെന്ന് 5 പ്രാവശ്യം പറയണം ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ 5 ചമ്പക്കര തങ്കപ്പൻ അങ്ങനെ പറയണം. പെട്ടെന്ന് പറയണം ചമ്പക്കര തങ്കപ്പൻ അത് പറഞ്ഞ് റെഡിയാക്കിട്ട് പോയാൽ മതി. ചമ്പക്കര തങ്കപ്പൻ പെട്ടെന്ന്. ചമ്പക്കര തങ്കപ്പൻ നമ്മളെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ആഴ്ന്നിറങ്ങണം. അതായത് നമ്മൾ പറയുന്ന തെറ്റാണ് ശരിയാണല്ലോ അത് ഉറപ്പിച്ച് പറയണം. ചമ്പക്കര തങ്കപ്പൻ പറയൂ. ചമ്പക്കര തങ്കപ്പൻ അടുത്താണ്
ഇനി 3 പേർ ഈ കൂട്ടത്തിൽ ആരാണ് വിജയിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 1 6 7 8 9 10 1 2 ചെറുത് കൊടുത്താൽ മതി. ഓണം കഴിഞ്ഞായിരുന്നു. ചെറുത് ഓണം എല്ലാം ആഘോഷിച്ചു. നിങ്ങളുടെ വീട് എവിടെയാ? പഴയ വീടാ, പുതിയ തന്നെ വെച്ചില്ലേ? പുതിയ വീടൊന്നും വെച്ചൂടെ? ഇപ്പൊ ഒരുപാട് ലോണൊക്കെ കിട്ടുമല്ലോ. ഓക്കെ, എന്തായാലും പഴയ വീട്ടിലുള്ള മോളുടെ പേരെന്താ? ആർച്ച. ഉണ്ണിയാർച്ച ഒന്നും അല്ലല്ലോ. ഇവിടെ ഒരു ഉണ്ണിയാർച്ച ഇരിപ്പുണ്ട് പഴയ. ഓക്കെ, പഴയ വീട്ടിലുള്ള പഴയ ഉണ്ണിയാർച്ച ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും മോളെ ഒരു ചെറിയ നിസ്സാരപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മോള് പഠിക്കുന്നതാണ്. എത്ര ക്ലാസ് പഠിക്കുന്നു? BCA പഠിക്കുന്ന കുട്ടിക്ക് നമുക്ക് ഒരു വാക്ക് പറയാം. നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊരു വാചകമാണ് പഠിക്കേണ്ടാത്തതായിട്ടുള്ള. അത് പറഞ്ഞു. പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കുറവാണ്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള ഭയങ്കര കൗണ്ടറാ. പുറത്തെന്ന് പറയാൻ നല്ല എളുപ്പാ. അമ്മ പറഞ്ഞു പഠിക്കേണ്ടാത്തതായിട്ടുള്ള. എന്നെ ഇവിടെ കൊണ്ടുവരാൻ ഭയങ്കര പാടല്ലേ? പഠിക്കേണ്ടാത്തതായിട്ടുള്ള അല്ല, അതല്ല, പഠിക്കേണ്ടാത്തതായിട്ടുള്ള. ഇത് ആർക്കും അറിയത്തില്ല. ഒരു പഠിക്കേണ്ട ക്യാമറമാനെ കൊണ്ട് പറയത്തില്ല. പഠിക്കേണ്ടാത്തതായിട്ടുള്ള മോളെ ഇനി പറ. ഇതിന് പഠിക്കേ നീ? അതാ ഞാൻ നേരത്തെ പഠിക്കേണ്ടാത്തതായിട്ടുള്ള മോളെ, നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യമുണ്ട്. അതൊരു വാചകമാണ് പഠിക്കേണ്ടാത്തതായിട്ടുള്ള. പോയി പഠിക്കണം. നാളെ കല്യാണത്തിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അടുത്ത 2 പേര് ഇവർ ആരാണ്? 1 2 3 ഫസ്റ്റ് നോക്കാം. 1 2 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 9 നമുക്ക് ഒരു സിമ്പിൾ സാധനം ഭയങ്കര സംഭവമായിട്ട് വേറൊന്നുമല്ല. ഒരുപാട് സ്കൂളുകളൊക്കെ പ്രോഗ്രാം ഇത്രയും നേരം പിള്ളേർ പിടിച്ചു ചെയ്യുന്നില്ല. പക്ഷേ ഈ ചേച്ചി ഇത്രയും നേരം പിടിച്ചു തന്നു. ഗംഭീരമാണ് കേട്ടോ. നല്ല കഴിവുള്ളൂ. ഇതാണ് പറഞ്ഞത്. അതല്ല, ചെറിയ സാധനം കുതിര. ശിക്ഷ വേണം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി. അല്ല, ശിക്ഷ വേണം. ചെറിയ സാധനം. അമ്പിളിക്കുഞ്ഞമ്മേ ചെറിയ പേരാ ആശുപത്രി വെച്ച് കിട്ടി. ഓക്കെ, വേറെ അമ്പിളി അമ്പിളിയാണ് നല്ലത്. അമ്പിളി കുഞ്ഞമ്മ. ഓക്കെ, എന്റെ വീട്ടിലൊരു അമ്പിളി ഉണ്ട്. ഓക്കെ, ഒരു ചെറിയ ശിക്ഷ. നമ്മളെ വീട്ടിൽ നമ്മൾ ഓണത്തിന് പാചകം ചെയ്തിരുന്നപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അളിയൻ കയറി വരും. ഇവിടെ അളിയനുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? അത് ടഫാണ് കേട്ടോ. നീ ഉണ്ടായി പറഞ്ഞു പഠിപ്പിക്കാറ്. അളിയനുണ്ടോ ഇവിടെ? ആ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ അളിയനോട് പറയുന്ന ഒരു വാക്കാണ് അളിയോ പുളി പിഴിഞ്ഞൊഴിയലിയോ എന്ന് പറഞ്ഞു. അളിയോ പുളി പിഴിഞ്ഞൊഴിയലിയോ? അല്ലല്ലോ, നിങ്ങൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അളിയോ പുളി പിഴിഞ്ഞൊഴിയലിയോ? ഇല്ല, അളിയോ പുളി പിഴിഞ്ഞൊഴിയലിയോ? അളിയോ പുളി പിഴിഞ്ഞൊഴിയലിയോ? പറയും എന്ന് പറഞ്ഞു. പുളി പിഴിഞ്ഞൊഴിയലിയോ? മൈക്ക് തരിക. ഞങ്ങള് ബാങ്കിൽ പൈസ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് കുപ്പം തന്നെ അരി പോണോ? മോക്ക് ശിക്ഷയൊന്നുമില്ല. മോള് വളരെ ബ്രില്യൻ്റ് ആയിട്ട്. മോളുടെ പേരെന്താണ്? ദിവ്യ. വളരെ മനോഹരമായിട്ട് ഈ പ്രോഗ്രാം വിജയിച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാം വിജയിച്ചു എന്ന് പറയുന്ന അവസാനം ഫൈനൽ നേർക്ക് നേരൊരു മത്സരം. 1 2 6
ഡാൻസിലേക്ക് താല്പര്യമുള്ള പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഏതായിരുന്നു? അലിയോ പുളി പിഴിഞ്ഞൊഴിയലിയോ എന്ന് പറഞ്ഞു. അളിയോ പുളി പിഴിഞ്ഞൊഴിയളിയോ അലിയോ പുളി പിഴിഞ്ഞൊഴിയലിയോ അളിയോ പുളി പിഴിഞ്ഞൊഴിയളിയോ അളിയോ പുളി പിഴിഞ്ഞൊഴിയളിയോ കുതിര അരുത് കുതിര മുതിര തിന്നരുത് കുതിര എന്ന് പറഞ്ഞു. കുതിര അരുത് കുതിര മുതിര തിന്നരുത് കുതിര. ഏത് കുതിര പറഞ്ഞു? കുതിര അരുത് കുതിര അല്ല മലയാളത്തിൽ ഞങ്ങളെ പരിപാടി കളിക്കാൻ വിളിച്ചത് അല്ല നിങ്ങളെ നല്ല കഴിച്ചോ. ഉഗ്രം പാട്ടാണ് വരാൻ പോണത്. അങ്ങനെ തന്നെ നിന്നോ. അനങ്ങരുത്. ഇനി പലതും ഞാൻ പറയും, പ്രലോഭനങ്ങളിൽ വീഴരുത്. എറണാകുളം ചീമാട്ടിയിൽ മാത്രമേ ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അവിടെ നിൽക്കുന്ന കറുത്തൊരു ഡമ്മിയാണെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിയരുത് ഒരു കാരണവശാലും കേട്ടോ. നല്ല രസമില്ല നാണ ഇല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇത്ര കല്യാണം വീട്ടിൽ വിളിച്ചിട്ട് അവരുടെ ബിരിയാണി നിന്നിട്ട് തുള്ളത്. ഹലോ ആ ഫ്രൈഡ് റൈസാ? അയ്യോ ആ കുഴപ്പമില്ല. ഇതെന്തോ ഇത് കത്താവേ ഞങ്ങളെ പോയി ആരാ പ്രതിമ ചിരിക്കുന്നത്? ഏത് പ്രതിമ ചിരിക്കുന്നത്? എനിക്ക് കൂടി ഇത്തിരി തെറ്റിയ എനിക്ക് തെറ്റിയെന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് തെറ്റിക്കുന്നു. എനിക്ക് ഇത്തിരി അറിയില്ല പ്ലീസ്. പേരെന്തായിരുന്നു പറഞ്ഞു? പേരെന്തായിരുന്നു? രമണി. എന്റെ പെങ്ങളാണോ? ആ അതാണ്. പേരെന്തായിരുന്നു? കുഴപ്പമില്ല. പേരെന്താ? ഇവിടെ പേരെന്താ? പേരെന്താണ്? ഏതോ ചുണ്ടുകൊണ്ട് കൊണ്ടാ കളിക്കുന്നു. പേരെന്തായിരുന്നു? ചേച്ചിയുടെ പേരെന്താ? ഈശ്വര ഇത് കുഴപ്പമില്ല. അതെ ഇത് കഴിയുമ്പോ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഞങ്ങളെല്ലാം പോവും. അതിനാണ് പേര് ചോദിക്കുന്നത്. വിജയിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാ. പേരെന്തുവാ? അമ്മള കണ്ടുപിടി. നിങ്ങളൊക്കെ എത്ര നാളെ ആക്ട് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ആക്ടിങ് കേട്ടോ. എന്തെങ്കിലും ഇവിടെ ഒരു മുളപൊടിയോ വല്ലതും വെച്ച് തരണോ? പാട്ട് പാടിക്കോ. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ആ റെഡിയായി. വരട്ടെ വീട്ടിൽ പോകും. രണ്ട് പേർ ഇവർ രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. നിങ്ങൾക്ക് രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ സീമാസിൽ ഒരു ജോലി കിട്ടും കേട്ടോ. രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഇങ്ങനെ നിന്നാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ 7,000 രൂപ കിട്ടും. നല്ല ബുദ്ധിമുട്ടല്ലോ ഉണ്ട്. ഉണ്ണിമായ കുലുങ്ങത്തില്ലേ? അതെ അജയ, എന്തോ ഈ പ്രതിമ ചുണ്ട് കടിക്കുമോ? പ്രതിമ ചുണ്ട് കടിക്കൊന്നുമില്ല. ഭാവവ്യത്യാസങ്ങളുണ്ട്. ചേച്ചി പേരെന്തോ? കോങ്കണ്ണ വരും ഇങ്ങനെ നോക്കിയാ. ഇതെന്തോ കളിയാണ് ഇത്? ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ടോ? ഹലോ ഇവിടെ ഉണ്ടോ? ചേട്ടനാണോ മൊബൈൽ എടുത്തോണ്ടിരിക്കുന്നത്? വന്നിട്ടില്ല. ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അല്ല ഇതിപ്പോ സന്യാസിനെ ആയിക്കട്ടെ. ഇത് വീട്ടിൽ പോയാലും ഇങ്ങനെ നിൽക്കേണ്ടി വരും മിക്കവാറും. റെഡി അല്ലേ ചിത്ത? ഇത് പണിപാളിയല്ലേ? ഇവര് രണ്ടുപേരും വിട്ടുകൊടുക്കൽ ഇഷ്ടമില്ല. എന്തോ മോളെ ഉദ്ദേശം എന്തോ? ഞാനൊരു ഗെയിം ഷോ നടത്തി, ഒരു തെറ്റ് ചെയ്തു പോയി. ഒന്ന് ക്ഷമിച്ചുകൂടെ? വിട്ടുകൊടുക്കല. ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാ രണ്ടുപേരും. ഇവള് ജയിച്ചാൽ ഇവിടെ വീട്ടുകാർ കയറ്റിയത്, ഇവള് ജയിച്ചാൽ ഇവരുടെ വീട്ടുകാർ കയറ്റിയത്. രണ്ടുപേരും ഇങ്ങനെ തന്നെ നിന്നു. പാട്ട് പാടുമോ? ഒരു പാട്ട് പാടും. അതെ ആ പാട്ടൊന്നും കിട്ടണം. എല്ലാവരും കൂടെ ഒന്ന് വിളിക്കാം. അതിന്റെ ഫിനിഷ് ചെയ്യാം. ഞങ്ങൾക്ക് ഇത് എന്തുവാ ഒരു പ്രോഗ്രാം ഇങ്ങനെ
അതല്ല, പ്രൈസ് നേരത്തെ കഴിച്ചില്ല ബിരിയാണി, അതേ ഉള്ളു ഇവിടെ പ്രൈസ്. മാഷ് അതേ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് അലമ്പായി പോയിട്ട് ഇത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ, ഒരു പടത്തിന്റെ പാർട്ട് 3 എനിക്ക് ഈ മുഖം കാണുമ്പോൾ ഓർമ്മ വരുന്നു. അല്ല, ഇതെന്തോ ഇത് കളി തീരുന്നെന്ന് പറഞ്ഞിട്ട്. അല്ല, എന്താന്നറിയാം സംഭവം, രണ്ട് കുടുംബത്തിൽ നിന്ന് ചേട്ടാനിയന്മാരുടെ മക്കളായതുകൊണ്ടല്ലേ പ്രശ്നം. നിങ്ങൾ തമ്മിൽ കുടുംബക്കാരുടെ പ്രശ്നമുണ്ട്, കുടുംബത്തെ വെച്ച് തീർത്തോളൂ. അല്ലാണ്ട് ഈ കല്യാണം വേണ്ടി വെച്ചാൽ കുടുംബക്കാരുടെ കുടുംബത്തെ വെച്ച് തീർക്കുന്നത് ബാക്കിയുള്ളവർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മടിയെടുത്ത് പറഞ്ഞോ, നല്ലണോ? എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞോ, ഇല്ലടാ, ഇനി നീ കണ്ടോ, ഒന്നുകൂടി പാട്ടിട്ടാണ്. റെഡി, 1 2 3 അങ്ങനെ പോകും 10 വരെ. എന്താ നിങ്ങൾ ഉദ്ദേശം? എന്തോ ഇത് തീർക്കാൻ ഉദ്ദേശിച്ചില്ലേ? ഞാൻ പറഞ്ഞെന്ന് തീർന്നു.
பெண்ணே மௌனங்கள் கூடாது, வாய்ப்பூட்டு சட்டம் எல்லாம் பெண்ணுக்கு ஆகாது. வண்டெல்லாம் சத்தம் போட்டால் பூஞ்சோலை தாங்காது, முட்டுக்கள் சத்தம் போட்டால் வண்டுக்கே கேட்காது. ஆடிக்கு பின்னாலே காவேரி தாங்காது, ஆடான பின்னாலே அல்லிப்பூ மூடாது. ஆசை துடிக்கின்றது. உன் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார், உன் வீட்டு தென்னங்கீற்றை ஒவ்வொன்றாய் கேட்டுப்பார், என் பேர் சொல்லுமே. உன் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், உன் வீட்டு தென்னங்கீற்றை ஒவ்வொன்றாய் கேட்டுப்பார், என் பேர் சொல்லுமே. சொல்லுக்கும் தெரியாமல் சொல்லத்தான் வந்தேனே, சொல்லுக்குள் அர்த்தம் போல சொல்லாமல் நின்றேனே. சொல்லுக்கும் அர்த்தத்துக்கும் தூரங்கள் கிடையாது, சொல்லாத காதல் எல்லாம் சொர்க்கத்தில் சேராது. எண்ணிக்கை தீர்ந்தாலும் முத்தங்கள் தீராது, எண்ணிக்கை பார்த்தாலே முத்தங்கள் ஆகாது. அனுபவமோ. என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், என் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார், என் வீட்டு தென்னங்கீற்றை இப்போதே கேட்டுப்பார், என் நெஞ்சை சொல்லுமே. உன் வீட்டு தோட்டத்தில்
നിലാച്ചില്ല പോലെ മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നെ നരനനാന മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ കാവണിക്കുടമോ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ കാവണിക്കുടമോ മഴവില്ലിൻ തിടമോ മദനപ്പൂവരമ്പോ തമ്പുരു ഞരമ്പോ കണ്ണിൽ താമര കുറുമ്പോ ഒരു കുടത്തണലിൽ ഒതുങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മുത്തുപോലെ തത്ത പോലെ മിന്നൽ പോലെ തെന്നൽ പോലെ ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ തിരതല്ലും കടലോ തിരിയിട്ട വിളക്കോ തിലകത്തിൻ മുഴുപ്പോ നിറം തിങ്കളിൻ വെളുപ്പോ മറന്നിട്ട മനസ്സിൽ മയങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നെ നരനനാന അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ
ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോട് ചേർന്നിടുമോ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ കളപ്പുരമേയും കന്നി നിലാവേ ഇനിയും വരുമോ തിരുവോണം മുടിത്തുമ്പിലീറൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം ഒന്നു തൊട്ടാ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒരു പാട്ടിൻ ശ്രുതിയാവാനൊരു മോഹം മാത്രം ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ പഴയ കിനാവിൻ മുന്തിരി നീരിൽ ഭാവം ഹൃദയം അലിയുന്നു താളുകൾ മറിയും മിഴികളിലോരോ മോഹം വെറുതെ വിരിയുന്നു ദൂരെ ഏതോ പക്ഷി പാടുന്നു കാതരമാ സ്നേഹഗീതം ദൂരെ ഏതോ പക്ഷി പാടുന്നു കാതരമാം സ്നേഹഗീതം ഒരു നീലാംബരിയായി ഞാനതിൽ മാഞ്ഞേ പോയി ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോട് ചേർന്നിടുമോ കണ്ണിൽ കണ്ണിൽ മിന്നു മിന്നു കണ്ണാര പൂവല്ലേ ചുണ്ടിൽ ചുണ്ടിൽ മോളും മോളും കിന്നാര മുത്തല്ലേ പൂവിടരും മിന്നലുകൾ നെഞ്ചലിയും കാക്കലകൾ നീ അറിഞ്ഞുവോ കണ്ണിൽ കണ്ണിൽ മിന്നു മിന്നു കണ്ണാര പൂവല്ലേ ചുണ്ടിൽ ചുണ്ടിൽ മോളും മോളും കിന്നാര മുത്തല്ലേ
മായാത്ത മോഹമേ നീ ഏതു വീതിയിൽ വിരിഞ്ഞുവോ പൊഴിഞ്ഞുവോ നിശാഗന്ധിയായി നിൻ സ്നേഹസാന്ത്വനം എൻ രാഗമാനസം മറന്നുവോ അലിഞ്ഞുവോ നിഴൽ മഴയായി താനോളം നാണിപ്പൂ മാലാലം വിളിക്കിന്നാരം താനോളം നാടത്താൻ താലോലിക്കാം പുന്നാരം കണ്ണിൽ കണ്ണിൽ മിന്നും മിന്നും കണ്ണാരപ്പൂവല്ലേ ചുണ്ടിൽ ചുണ്ടിൽ മൂളും മൂളും കിന്നാരമുത്തല്ലേ പൂവിടരും മിന്നലുകൾ നെഞ്ചലിയും കാത്തലകൾ നീ അറിഞ്ഞുവോ മൗനങ്ങൾ മിണ്ടുമൊരീ നേരത്ത് മോഹങ്ങൾ പെയ്യുമൊരീ തീരത്ത് ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിൽ അറിയ ശലഭമായി വരവായി ഇന്നെൻ നെഞ്ചം നീലാകാശം പരിചിതമേതോ പരിമളമായി അറിയുകയായി ഞാൻ എന്നിൽ നിന്നെ വെറുതെ അലഞ്ഞു എന്നാൽ അരികിലിതാ നീ എന്നെ തഴുകിയുണർത്താൻ ഇന്നു നിന്നു പ്രേമത്താൽ മാത്രം മിഴികളിൽ വിടരും പേരില്ലാ പൂക്കൾ കാണുകയായി ഞാൻ അറിയുവതാരാണാദ്യം മൊഴിയുവതാരാണാദ്യം അനുരാഗത്തിൻ മായാമന്ത്രം കാതിൽ ഇന്നെൻ നെഞ്ചം നീലാകാശം ഹൃദയമിതേതോ പ്രണയനിലാവിൽ അലിയുകയായി വെൺമേഘമായി ഒരു ചെറു സൂര്യൻ പോലെ മിനുങ്ങി ഹിമകണമാമെൻ മോഹം മെല്ലെ ആഴത്തിൽ മീനായി നീന്തി വരൂ നീ ആകാശം നീളെ പാറി വരൂ നീ പടരുകയാണെങ്ങും തെളിയുകയാണെങ്ങും മിഴിയോരത്തിൽ നിന്നീരാകുന്നതും ഇന്നെൻ നെഞ്ചം നീലാകാശം മൗനങ്ങൾ മിണ്ടുമൊരേ നേരത്ത് മോഹങ്ങൾ പെയ്യുമൊരേ തീരത്ത് ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിൽ അറിയ ശലഭമായി വരവായി ഇന്നെൻ നെഞ്ചം നീലാകാശം
യാത്രയിൽ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിണക്കിളി നീയേ ഇനിയുള്ള യാത്രയിൽ നാം ഇരു കരകളെ കൂട്ടുന്ന പാലമല്ലേ ഒന്നാണു നമ്മളെന്നുമേ നമ്മുടെ ഇടയിലോ വേറൊന്നുമില്ല ഇല്ല നാം എന്ന ചിന്ത മാത്രമേ നീലക്കണ്ണുള്ള മാനേ എനിക്കിടക്കിളി നീ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിടക്കിളി നീ ഇനിയുള്ള യാത്രയിൽ ഇണക്കങ്ങൾ പിണക്കങ്ങൾ കൊളുത്തിയില്ലേ കെടുത്തിയില്ലേ ഈ കഥ ജീവിതമായി മാറുകില്ലേ ഇണക്കങ്ങൾ പിണക്കങ്ങൾ കൊളുത്തിയില്ലേ കെടുത്തിയില്ലേ ഈ കഥ ജീവിതമായി മാറുകില്ലേ പൊട്ടിച്ചിരിച്ചും ഇടയ്ക്കിടെ വാശി പിടിച്ചും ഇഷ്ടമെന്ന വാക്കിനെ ഉള്ളിലൊന്ന് കോരി നിറച്ചു നാം എന്നും സ്വന്തമെന്ന പാട്ട് രചിച്ചു നീലക്കണ്ണുള്ള മാനേ നീ എനിക്കുള്ളതാണേ മൗനം ചോരും നേരം കണ്ണിൽ തേടി ഞാൻ നിൻ സ്നേഹം തെന്നും നോക്കാൽ നെഞ്ചിൽ പെയ്യും നീ മൗനം ചോരും നേരം കണ്ണിൽ തേടി